തൊട്ടടുത്ത അമ്പലത്തിൽ സപ്താഹം വായന നടക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അവിടം വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച് കുട്ടികളെയും മക്കളെയൊക്കെ പെറുക്കിയെടുത്ത് ഞങ്ങൾ ഇറങ്ങി. അവരങ്ങനെ പാട്ടും പാടി നടക്കട്ടെ. 1-2 ആൾക്കാർ മുന്നിലും ഉണ്ട്, കൂടെ എൻ്റെ കമ്പനിക്കാരും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് പോണത് എപ്പോഴറിയോ, നട്ടുച്ചപ്പൊരി വെയിലത്താട്ടോ പോണത്. എന്നാൽ പിന്നെ അതിൻ്റെ ബോറടി മാറ്റിക്കളയാന്ന് വിചാരിച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് അവരെ ഞാനൊന്ന് തൃപ്തിപ്പെടുത്തി. അങ്ങനെ കുറച്ച് നേരത്തെ നടത്തത്തിനൊടുവിൽ ഞങ്ങൾ അവിടെ എത്തി. ഇതാണ് ഞങ്ങളുടെ അമ്പലം. അമ്പലം ഞാൻ ആദ്യം ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ചൂടായതുകൊണ്ട് ചെരുപ്പ് ഊരിയിട്ട് ആരും അതിൻ്റെ ചുറ്റിപ്പറ്റിയൊന്നും നിന്നിട്ടില്ല, ഒക്കെ ഓടി അമ്പലത്തിൽ കയറി. മക്കളങ്ങനെ അടങ്ങിയിരിക്കാത്ത ആൾക്കാരായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് പുറത്തിറങ്ങേണ്ടി വന്നു. അധികം നേരം അമ്പലത്തിലിരിക്കാൻ അവർ സമ്മതിച്ചില്ല. പിന്നെ എന്നാലും മൈക്കിലൂടെ അവർ പറയുന്ന കഥകളും കാര്യങ്ങളെല്ലാം ഞങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുമ്പോഴാണ് പുറത്ത് പ്രസാദം കൊടുന്ന് വെച്ചത് കണ്ടത്. അപ്പോൾ കുട്ടികളെല്ലാവരും അതിൻ്റെ പിന്നാലെ ഓടിയിട്ടുണ്ട് കേട്ടോ. പഴവും തേനും പഞ്ചാരയും കൂടി മിക്സ് ചെയ്തൊരു പ്രസാദം പുറത്ത് കൊടുന്ന് അവർ വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ ഓടി, പിന്നാലെ ഞങ്ങളും പോയി. അങ്ങനെ മതിയാവോളം കഴിക്കാനൊന്നും കിട്ടിയില്ല, പ്രസാദമല്ലേ, 1-2 കഷ്ണമൊക്കെ കിട്ടി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, തേനിലൊക്കെ മുങ്ങി കിടക്കണ പഴമല്ലേ. 2 കഷ്ണം പഴം കഴിച്ചപ്പോൾ തന്നെ വിശപ്പിൻ്റെ വിളി വന്നു. അങ്ങനെ ഞങ്ങളും പോയി ക്യൂ നിന്നു പ്രസാദൂട്ടിന് വേണ്ടിയിട്ട്. വലിയ തിരക്കൊന്നുമില്ല, അടിപൊളി ഉച്ചയൂണായിരുന്നു. ചോറ്, സാമ്പാർ, അച്ചാർ, ഉപ്പേരി, അവിയൽ, പപ്പടം, പായസം, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നല്ല ചൂടുണ്ടായിരുന്നു ചോറ്. അപ്പോൾ കുറച്ച് നേരം ടൈം എടുത്ത് ഊതി ഊതി ഞങ്ങളത് കഴിച്ചു. അമ്പലത്തിലൊക്കെ ഇങ്ങനെ ഉച്ചഭക്ഷണം കഴിക്കുന്നത് വേറൊരു വൈബാണ്. നല്ല വെയിലും നല്ല ചൂടാണെങ്കിലും അതിൻ്റെ ഇടയിൽ ഓരോ കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ കാറ്റത്ത് ഇങ്ങനെ നമ്മുടെ ആലിമരം ഇരുന്ന് ഇങ്ങനെ ആടുന്നുണ്ടായിരുന്നു. ആ കാറ്റും കണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ അങ്ങനെ ചുറ്റിപ്പറ്റി നിന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് നടന്നു. അപ്പം നിങ്ങൾക്ക് തോന്നുന്നു ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണോ? പക്ഷെ അതല്ല ഗൈസ്, മക്കളിരുത്തണ്ടേ, അവർക്ക് ചൂട് ഇതൊക്കെ ആയിട്ട് അവരങ്ങനെ അടങ്ങിയിരിക്കില്ല. അപ്പോൾ ഓടി കളിക്കുകയാണ്. അപ്പോൾ അവരെയും കൊണ്ട് വീട്ടിലേക്ക് പോരാന്ന് വിചാരിച്ച് പോന്നു. കുടയില്ലാത്ത സങ്കടം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിന്നെ ഉച്ചഭക്ഷണം കഴിഞ്ഞതും അല്ലേ, അതിൻ്റേതായ ക്ഷീണത്തിൽ ഞങ്ങളങ്ങനെ ആടിപ്പാടി പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ടാറ്റാ.